സൂറത്തുൽ ബുറൂജ് പൂർണ്ണമായും നാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി സൂറത്തു താരിഖ് ആണ് പഠിക്കുവാനുള്ളത്. സൂറത്തു താരിഖിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ വചനത്തിൽ മദ് മുത്തസിൽ വാജിബ് വസ്സമാഇ, അവിടെ 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വത്താരിഖ്, ഖാഫിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖലത്ത് നൽകണം. അതേ പ്രശ്നം തന്നെ അടുത്ത ആയത്തിലും മത്താരിഖ്. എന്നാൽ രണ്ടാമത്തെ വചനത്തിലുള്ള ഒമാ അദ്റാക എന്ന ദീർഘം അത് മുൻഫസിൽ ജായിസ്, മദ് മുൻഫസിൽ ജായിസ് എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. അത് ദീർഘം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യൽ അനുവദനീയമാണ്. ഒമാ അദ്റാക എന്നോ അല്ലെങ്കിൽ ഒമാ അദ്റാക എന്നോ ദീർഘിപ്പിച്ചുകൊണ്ടും ഓതാവുന്നതാണ്. അടുത്ത ആയത്തിൽ അന്നജ്മു, ഷദ്ദുള്ള നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്സാഖിബ്, ബായിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖലത്ത് വരുന്നു. ഇൻകുല്ലു, ഇഖ്ഫ. നഫ്സില്ലമ്മ, ഇദ്ഗാം ബിലാ ഗുന്ന, നഫ്സില്ലമ്മ. ലമ്മ, മീം മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഷദ്ദുള്ള മീമിന്. അലൈഹ ഹാഫിദ്, ഹാഫിദ് വഖഫ് ചെയ്യുമ്പോൾ വാ, തീരെ ഖൽഖലത്ത് വരരുത്. അതാണ് നാം ഹുറൂഫുൽ ഖൽഖല എന്ന 5 അക്ഷരങ്ങൾ ഖുത്ബ്, ജദ്, ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ, ഇവക്ക് മാത്രമേ സുക്കൂൻ വരുമ്പോൾ ശബ്ദത്തെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ പാടുള്ളൂ. മറ്റക്ഷരങ്ങൾക്കൊന്നും അത് വരരുത് എന്ന മറുവശം നാം അറിഞ്ഞിരിക്കണം. ഹാഫിദ്, ഹാഫിള് എന്നായി പോരുത്. ഫൽയൻദുർ, ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിച്ച് അവ്യക്തമാക്കി ഓതുക നൂനിനെ. അൽ ഇൻസാൻ, അവിടെയും ഇഖ്ഫ. മിമ്മ, ഷദ്ദുള്ള മീം മണിക്കുക. ഖുലിഖ, ഖൽഖലത്ത് ചെയ്യുക ഖാഫിൽ വഖഫ് ചെയ്യുമ്പോൾ. ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, മിം, അവിടെ ഇദ്ഗാം ബിഗുന്ന, പൂർണ്ണമായും നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, ലയിപ്പിക്കുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാഇൻ, മദ് മുത്തസിൽ വാജിബ്. ദാഫിഖ് വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല വരുന്നു. മാഇൻ ദാഫിഖ് ഇഖ്ഫാ. യഖ്റുജു മിൻ ബൈനി, ഇഖ്ലാബ് ചെയ്യണം, നൂനിനെ മീമാക്കി മാറ്റി മറിച്ചുകൊണ്ട് ഉച്ചരിക്കുക, മണിച്ചുകൊണ്ടും. അവിടെ സുക്കൂനുള്ള മീമിൻ്റെ ഹുക്മാണ് ഇഖ്ഫാ എന്നത്. ആ ഇഖ്ഫാ ചെയ്യുന്നത് പോലെയാണ് ഇഖ്ലാബിൽ സംഭവിക്കുന്നത്. അതായത് ഇഖ്ഫാ ഷഫവി എന്ന് പറയും. മിൻ ബൈനി സ്സുൽബി വത്തറായിബ്, റാഇൻ്റെ തഫ്ഖീം ദീർഘത്തിലും ഉണ്ടാകും. ആ ദീർഘം മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടണം. ബായിൽ വഖഫ് ചെയ്യുമ്പോൾ തറായിബ്, ബ് എന്ന് കേൾപ്പിക്കുക, ഖൽഖല. ഇന്നഹു മണിക്കുക. അലാ റജ്ഇഹി, റാജ്, ജ്, ജീം ഖൽഖല. ലഖാദിർ, റായിനെ നേർപ്പിക്കുക, തർക്കീഖ് ചെയ്യുക, വഖഫ് ചെയ്യുമ്പോൾ റായിൽ സുക്കൂൻ വരുന്നു, മുമ്പിൽ കസ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ലഖാദിർ, ദീർ എന്നാ പറയുക. അടുത്ത ആയത്തിലും അതേ പ്രശ്നം തന്നെ. യൗമ തുബ്ലസ്സറായിർ, അടുത്ത ആയത്തിലും നാസീർ. ഈ റായികളൊക്കെയും തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ 9ാമത്തെ വചനത്തിൽ തൂബ്, തൂബ് ഖൽഖലത്ത് ചെയ്യണം. സറായിർ എന്ന ദീർഘം മുത്തസിൽ വാജിബ് നിർബന്ധമാണ്. ഫമാ ലഹു മിൻ ഖുവ്വ, മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക, ഇഖ്ഫ. ഖുവ്വത്തിൻ വല, ഇദ്ഗാം ബിഗുന്ന, നാസിർ. വസ്സമാഇ, മുത്തസിൽ വാജിബ് ദീർഘം നൽകുക, 4 or 5 ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും. ذات الرجع, റജ് ഖൽഖല, رجع, رجع. والأرض ذات الصدع, صاد
തഫ്ഖീമിൻ്റെ അക്ഷരമാണ്, പെരുപ്പിച്ച് പറയണം. ദാലിന് ഖൽഖല സുക്കൂൻ വരുമ്പോൾ സ്വദഅ. ഇന്നഹു നൂനിനെ മണിക്കുക. ലഖൗലുൻ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക. ലഖൗലുൻ ഫസ്ൽ. ഫസ്ൽ സ്വാദിനും സുക്കൂന്, ലാമിനും സുക്കൂന്. ഫസ്ൽ. അവിടെ ഫസുൽ ഫസുൽ എന്ന് ഖൽഖലത്ത് പോലെ ശബ്ദത്തിനൊരു ചലനം വരരുത്, ഹറക്കത്ത് പോലെ ആയി പോവരുത്. ഫസ്ൽ സ്വാദിൻ്റെ സുക്കൂനാണ്. ഫസ്ൽ. വമാ ഹുവ ബിൽ ഹസ്ൽ. ഹസ്ൽ അവിടെയും അങ്ങനെ തന്നെ സ ലാം രണ്ടും സുക്കൂനുള്ള അക്ഷരങ്ങൾ. ബിൽ ഹസ്ൽ. ഇന്നഹും യകീദൂന കൈദ നൂനിനെ മണിക്കുക. വഅകീദു കൈദ ഫമഹ്ഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. എന്ന് മണിച്ചു പോവരുത്. അംഹിൽഹും ആ മീമുകൾക്കൊന്നും ഉന്നത്ത് വരരുത്, മണിക്കാൻ പാടില്ല. ഇൽഹാർ ഷഫവിയാണ്, മീമിനെ മണിക്കാതെ ഉച്ചരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാരായണം ചെയ്യാം. എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ ഓതുക. ഞാൻ ഓതി നിങ്ങൾക്ക് ഓതുവാനുള്ള സമയം തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്താരിഖ്. وما أدراك ما الطارق. النجم الثاقب. إن كل نفس لما عليها حافظ. فلينظر الإنسان مما خلق. خلق من ماء دافق. يخرج من بين الصلب والترائب. إنه على رجعه لقادر. يوم تبلى السرائر. فما له من قوة ولا ناصر.
والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا.